we can see the main concepts. So what are the main concepts? The first one is meaningful learning as opposed to rote memorization, and then this meaningful learning is also known as assimilation theory. This comes in relation with assimilation theory by Ausubel, and that we will see. Then advanced organizer, just a moment. Okay. So the main concepts, the first one is meaningful learning, that is also known as assimilation theory. He was very much interested in Piaget's studies, and then he promoted or he propagated this the concept of meaningful learning. And the second one is advanced organizers, that is subsumption theory. Okay, so this the concepts related to advanced organizers is somewhat described, or it comes under the subsumption theory. And then Ausubel learning model. His learning model is deductive teaching model. Okay, so his model is deductive teaching model. So these are the main concepts by Ausubel. Now we will see meaningful learning. So meaningful learning means that is individual must relate new knowledge to relevant concepts they already know. That is, see, whenever we learn something new, we should always connect it to something that we already know. So this makes our learning more strong and it makes it more meaningful. അതായത് നമുക്ക് ഓൾറെഡി അറിയുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉള്ള, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പിയാഷെ എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം താല്പര്യത്തോട് കണ്ടിരുന്ന വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്, എഡ്യൂക്കേഷനിസ്റ്റാണ് ഓസ്ബൽ. സോ ദ തിങ് ഈസ് ദാറ്റ് ഹി സേസ് ദാറ്റ് എന്താണ്, നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു നോളേജിലേക്ക് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും കണക്ട് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോൾ ദെൻ ലേണിംഗ് വിൽ ബി മീനിങ്ഫുൾ. ഓക്കെ, ദറ്റ് ഈസ് എങ്ങനെയാണ്, ദർ ഷുഡ് ബി എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂ നോളേജ് ആൻഡ് ദ ലേണേഴ്സ് നോളേജ് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ പിയാഷയുടെ തിയറി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കീമകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദാറ്റ്? That is the basic unit of knowledge അല്ലെങ്കിൽ എന്താണ് മെൻ്റൽ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദറ്റ് ഈസ് സ്കീമ എന്ന് പറഞ്ഞത്. അത് എന്താണ്, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു എന്താണ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലേണിംഗ് നോളേജിൻ്റെ ഒരു ഫീൽഡാണ്. അതിൽ നമ്മൾ പുതിയതായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടല്ലോ, അസിമിലേഷൻ, അക്കോമഡേഷൻ, എക്വിലിബ്രിയം എങ്ങനെയാണ് അതിൻ്റെ പോകുന്നത്. എക്വിലിബ്രിയം ആയതിനു ശേഷം അത് അസിമിലേഷനിലൂടെയും അക്കോമഡേഷനിലൂടെയൊക്കെ നമ്മളിങ്ങനെയാണ് സ്കീമകൾ കണക്റ്റഡ് ആവുന്നത്. പിന്നെയും പുതിയത് വരുമ്പോൾ എങ്ങനെയാണ് അത് എക്വിലിബ്രിയത്തിലേക്ക് പോകുന്നത്. ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. ദാറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് പിയാഷെ. നൗ അതിനോട് വളരെ കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ദ ലേണർ ഷുഡ് connect this new knowledge to what he or she already knows. Okay, then the thing is that meaningful learning is against rote memory. അപ്പോൾ നമ്മൾ ഈ കണക്റ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ദറ്റ് ഈസ് നമ്മളൊരിക്കലും മനഃപ്പാഠമാക്കരുത്. റോട്ട് മെമ്മറൈസേഷൻ പാടില്ല. റോട്ട് മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് റോട്ട് മെമ്മറൈസേഷൻ. അപ്പോൾ അത് പാടില്ല. Then learner, there is this മീനിങ്ഫുൾ ലേണിങ്ങിൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ വാട്ട് ദ ലേണർ ഓൾറെഡി നോസ് ആൻഡ് കണക്ഷൻ ബിറ്റ്വീൻ ദിസ് വാട്ട് ഹീ നോസ് ആൻഡ് വാട്ട് ഹീ ഈസ് ലേണിംഗ്, ദറ്റ് ഈസ് ദ ന്യൂ നോളേജ്. അപ്പോൾ അത് ഉണ്ടാവില്ല റോട്ട് മെമ്മറൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് meaningful learning. We know that meaningful learning it requires well organized relevant knowledge structures
emotional commitment to interact new with existing knowledge, conceptual clear സബ്ജക്റ്റ് മാറ്റർ. ഇതൊക്കെയാണ് നമ്മൾ എന്താണ് മീനിങ് ലേണിങ്ങിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റോട്ട് ലേണിംഗ് നോക്കി നോക്കൂ. ദാറ്റ് ഈസ് അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ലിറ്റിൽ ഓർ നോ റെലവൻറ്റ് നോളേജ്, നോ ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ടു റിലേറ്റ് ന്യൂ വിത്ത് എക്സിസ്റ്റിംഗ് റെലവൻറ്റ് നോളേജ്, പോർലി ഓർഗനൈസ്ഡ് സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു ഡയഗ്രാമായിട്ട് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീനിങ്ഫുൾ ലേണിംഗ് ആൻഡ് റോട്ട് ലേണിംഗ്. മീനിങ്ഫുൾ ലേണിംഗ് ഈസ് സംതിങ് ദാറ്റ് യു ലേൺ ബൈ അണ്ടർസ്റ്റാൻഡിങ് with the help of already existing knowledge in you, but rote learning is just by hearting something that we don't have any emotional connect with that material that we learn. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങളോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതാണ് നമുക്ക് എപ്പോഴും എളുപ്പം, അല്ലേ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു ബന്ധമില്ലാതെ നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ then there will be no strong bond, or we may not be able to recall it. Okay, so that is the difference. I hope you understood. That is the first thing. അതിന് നമ്മൾ പറയുന്ന അസിമുലേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Now we will go to the next one. That is subsumption. That subsumption means is a process by which new materials related to relevant ideas in the existing cognitive structure. എന്താണ് ഒരു പ്രോസസ്സാണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് ഈ ന്യൂ മെറ്റീരിയൽസ് എങ്ങനെയാണ് അതിൽ ആ പ്രോസസ്സിന് ചേരുന്നത് എന്നുള്ള പ്രോസസ്സിനാണ് സബ്സംഷൻ എന്ന് പറയുന്നത്. സോ അഡ്വാൻസ് ഓർഗനൈസർ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ബൈ നമ്മൾ ഓസുബൽ. ഓക്കെ, സോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഇതിൽ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്നതിൻ്റെ മുന്നേ കുട്ടികൾക്ക് അറിയുന്ന അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ അവർക്ക് ആദ്യം മുന്നിൽ അവതരിപ്പിക്കും. മീൻസ് അവർക്ക് അറിയാത്ത ഒരു കാര്യമാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ അറിയാത്ത കാര്യം പഠിപ്പിക്കുന്നതിൻ്റെ മുന്നേ അവർക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് കുട്ടികളോട് എന്ത് പറയണം? നമുക്കിങ്ങനെ കുട്ടികളോട് ഇപ്പോൾ അവർക്കറിയാത്ത ഒരു എലമെൻറ്റ് അവർക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പാർട്സ് ഓഫ് പ്ലാന്റ് പഠിപ്പിക്കണം ഫോർ എക്സാമ്പിൾ. അപ്പോൾ പാർട്സ് ഓഫ് പ്ലാന്റ് പഠിപ്പിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ കുട്ടികളോട് ആദ്യം എന്താണ് ആ പാർട്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് ആദ്യം തന്നെ ലീഫ്, റൂട്ട് അങ്ങനെ പഠിപ്പിക്കുന്നതിന് പകരം ആദ്യം അവരോട് നിങ്ങൾ ഇന്ന സംഭവം കണ്ടിട്ടില്ലേ, അതുപോലെ അത് അവർക്ക് അറിയുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയുന്നത് എന്നുള്ളതൊക്കെ അത് നമ്മൾ ആദ്യം അങ്ങോട്ട് കൊടുക്കണം അവർക്ക്. ഓക്കെ, അത് നിങ്ങൾ കണ്ട് പരിചയമുള്ള സംഭവങ്ങളല്ലേ എന്നുള്ള അതായത് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അത് അവർക്ക് ആദ്യം തന്നെ ഒന്ന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് അഡ്വാൻസ് ഓർഗനൈസർ. ഓക്കെ, ആൻ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ ബിഫോർ എ ന്യൂ ടോപ്പിക്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്ന മീൻസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇത് മുന്നെയോ അതല്ലെങ്കിൽ നമ്മൾ പുതിയ ടോപ്പിക് തുടങ്ങുന്നതിൻ്റെ മുന്നേക്കായിട്ട് നമ്മളിത് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് എ ഹുക്ക്, സെറ്റ്, ഇൻഡക്ഷൻ ഓർ ആൻറ്റിസിപ്പേറ്ററി സെറ്റ്. മീൻസ് കുട്ടികളെ നമ്മൾ റെഡിയാക്കി എടുക്കുക, ഒരു പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കുട്ടികളെ റെഡിയാക്കി എടുക്കുന്നത്. ഇറ്റ് പ്രസൻസ് എൻ ഓവർവ്യൂ ഓഫ് ദ ഇൻഫോർമേഷൻ ടു ബി കവേർഡ് ഇൻ ഡീറ്റെയിൽ ഡ്യൂറിങ് ദ എക്സ്പോസിഷൻ ദാറ്റ് ഫോളോസ്. എങ്ങനെയാണ് നമുക്കറിയാം. അപ്പോൾ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള ആ ഒരു ഐഡിയ കിട്ടും. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു റിലേറ്റ് പ്രയർ ഇൻഫോർമേഷൻ ടു ന്യൂ കോൺസെപ്റ്റ്സ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഉള്ള ഒരു അറിവിന് തന്നെ നമ്മൾ പുതിയ കോൺസെപ്റ്റിനോട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ്സിൽ ചെയ്യുന്ന കാര്യങ്ങൾ മീൻസ് അത് നമ്മൾ ആദ്യം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സ്റ്റഡി നടത്തിയിരുന്ന കാലത്തൊന്നും നോബഡി കെയേഴ്സ്. നമുക്കറിയാലോ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മെത്തഡോളജി, ദാറ്റ് കൈൻഡ് ഓഫ് പെഡഗോജിക്കൽ ഡെവലപ്മെൻറ്റ്, ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഡീസ്, all are the result of these kind of contributions. Okay, so advanced organizer is basically an instructional unit that is used before direct instruction or before a new topic. It's a kind of set
or a hook, നമ്മൾ ഹുക്ക് എന്ന് പറയില്ലേ, ഒരു ചൂണ്ട എന്ന് പറയുന്ന അതുപോലെയുള്ള സംഭവമാണ്. അതല്ലെങ്കിൽ അത് മാത്രമല്ല, ഇറ്റ് ഹെൽപ്സ് ഇൻ റിലേറ്റിംഗ് ഓർ ഇൻ കണക്റ്റിംഗ് വാട്ട് the new knowledge to that something they already knows. ഓക്കെ, അപ്പോൾ അതൊക്കെ അവർക്കറിയാവുന്ന ആ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ പറയുന്ന അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ്. ഓക്കെ, അതിൽ തന്നെ വി ഹാവ് 2 types, ദാറ്റ് ഈസ് കമ്പാരറ്റീവ് ഓർഗനൈസേഴ്സ് ആൻഡ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ 2 types ഉണ്ട്, ദാറ്റ് ഈസ് കമ്പാരറ്റീവ് ഓർഗനൈസർ ദെൻ എക്സ്പോസിറ്ററി ഓർഗനൈസർ. അപ്പോൾ കമ്പാരറ്റീവ് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ ദ മെയിൻ ഗോൾ ഓഫ് കമ്പാരറ്റീവ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു സംഭവം, ഓക്കെ, അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് കമ്പയർ ചെയ്തുകൊണ്ട് വേറൊരു കാര്യം പഠിപ്പിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അഡ്വാൻസ് ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഹാർട്ട് പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വാട്ടർ പമ്പ് എങ്ങനെയാണ്, മോട്ടോർ പമ്പ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് അതിന് ഇതും തമ്മിൽ അതായത് നമ്മൾ പറയുന്ന സംഭവം അവർക്ക് ഓൾറെഡി അറിയുന്ന സംഭവം തന്നെ അതിലേക്ക് നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ, മീൻസ് അഡ്വാൻസ് ഓർഗനൈസർ ഏതായിരിക്കണം, അവർക്ക് അറിയാവുന്നതായിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു കണക്ഷൻ, ഡിസ്ക്രിമിനേഷനും ഇൻ്റഗ്രേഷനും ഒക്കെയാണ് അവിടെ നടക്കുന്നുണ്ടാവുക. ആ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസറാണ് കമ്പാരറ്റീവ് ഓർഗനൈസർ. So the main goal of comparative organizer is to activate existing schemas and is used as reminders to bring into the working memory of what you may not realize is relevant. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ നേരം വെളുത്താൻ കാണുന്നതാണ് ഈ മോട്ടോർ പമ്പും അതുപോലുള്ള സംഭവങ്ങളൊക്കെ. കുട്ടികൾക്ക് അറിയുന്ന, വീട്ടിൽ സ്ഥിരമായി കാണുന്ന സംഭവങ്ങളൊക്കെ അവരിത് കാണും, അത് ഉണ്ടെങ്കിലും അത് നമ്മൾ അവരെ ആക്റ്റീവ് മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനാണ് നമ്മൾ കമ്പാരറ്റീവ് ഓർഗനൈസേഴ്സ് കൊണ്ടുവരുന്നത് ഉപയോഗിക്കുന്നത്. നൗ യൂസ്ഡ് ബോത്ത് ടു ഇൻറ്റഗ്രേറ്റ് ആസ് വെൽ ആസ് ഡിസ്ക്രിമിനേറ്റ്. ഇറ്റ് ഇൻറ്റഗ്രേറ്റ്സ് ന്യൂ ഐഡിയാസ് വിത്ത് ബേസിക്കലി സിമിലർ കോൺസെപ്റ്റ്സ് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ. This increase in discriminability between new and existing ideas which are essentially different but confusably similar. Okay, അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണം, എന്നാൽ അത് നല്ല സിമിലർ ആയിട്ടുള്ള ഒരു 2 കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഓർഗനൈസർ എപ്പോഴും എങ്ങനെയാണ്, കമ്പാരിറ്റീവായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസർ, ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് ഓർഗനൈസർ. Expository organizers, that is in contrast, expository organizers provide new knowledge that students will need to understand that upcoming information. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂ ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ അൺഫെമിലിയറാണ് സ്റ്റുഡൻസിനെന്ന് കരുതുക. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നതാണ്, that what the learner already knows with the new and unfamiliar material. അവർക്ക് ഓൾറെഡി മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അതിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാണ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് മീൻസ് ദറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ പാർട്സ് ഓഫ് പ്ലാന്റ്സ് പഠിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ക്ലാസ്സിലേക്ക് ഒരു പ്ലാന്റിൻ്റെ ഒരു സ്പെസിമെൻ കൊണ്ടുപോവുക, അതല്ലെങ്കിൽ അത് അവർക്ക് ഒരു പിക്ചർ കാണിച്ചു കൊടുക്കുക, അത് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഡീപ്പായിട്ട് നമ്മൾ അതിൻ്റെ പാർട്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദറ്റ് ഈസ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്. സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കമ്പാരിറ്റീവ് ഓർഗനൈസർ ആൻഡ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്. These are the 2 types of organizers. So I hope you understood what is advanced organizer. It is an instruction unit that is used before direct instruction or before a new topic. It's a kind of set or a hook that can help in connecting the new information to the prior information well. And then there are 2 types, that is comparative organizer, expository organizers. Comparative is something that already kind of instructional unit that they already know, and then the students are discriminating between the already the knowledge that they already know and what they are going to study. Okay, now in expository organizers, this unfamiliar is presented before
the familiar aspects of the new learning material is presented before. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ്പോസിറ്ററി ഓർഗനൈസേഴ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അഡ്വാൻസ്ഡ് ഓർഗനൈസേഴ്സ് subsumption theory. Now we have the third one, that is this deductive teaching model. That is അഡ്വാൻസ് ഓർഗനൈസറിന് ഒരു ലെസൻ്റെ ബേസിസ് ആക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഡിറ്റക്റ്റീവ് ടീച്ചിങ് മോഡൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് അഡ്വാൻസ് ഓർഗനൈസർ ഈസ് ഗിവൺ ഹിയർ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. അത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ദെൻ സ്റ്റെപ്പ് 1, ദ ടീച്ചർ പ്രസൻസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അബ്സ്ട്രാക്ഷൻ ഓഫ് ലെസൺ. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ സെക്കൻഡ് സ്റ്റേജിൽ എന്ത് ചെയ്യും, ആ ഒരു ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം ടീച്ചർ എക്സാമ്പിൾസ് കൊടുക്കും. ദെൻ എന്താണ്, ദ പീപ്പിൾ സ്റ്റഡി സ്പെസിഫിക് എക്സാമ്പിൾസ്. ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഡിഡക്റ്റീവ് ടീച്ചിങ് മോഡലാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് ടീച്ചിങ് മോഡൽ. ഓക്കെ, അതായത് അഡ്വാൻസ് ഓർഗനൈസർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ട് അഡ്വാൻസ് ഓർഗനൈസറിൽ നിന്ന് പോയിക്കൊണ്ട് പിന്നെ നമ്മൾ സ്പെസിഫിക് എക്സാമ്പിൾസിലേക്ക് പോകുകയാണ്. ഓക്കെ, നമുക്കറിയാലോ ഡിഡക്റ്റീവ് മെത്തേഡിൽ എപ്പോഴും എങ്ങനെയാണ് ജനറൽ ടു പർട്ടിക്കുലറിലേക്കാണ് പോകുന്നത്, isn't it? That means that our study goes from deductive, that is from general to this specific knowledge. So here advanced organizer is presented, then the teacher presents general statement or abstraction of lesson, then important terms are explained, and then the teacher presents examples and the pupils study specific examples. Okay, so this is the way how the this deductive teaching model works. Okay, so that is all about this topic.